ഹരിയാനയിലെ വോട്ടുകൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ്. 25 ലക്ഷം കള്ളവോട്ടിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെയാണ് രാഹുൽ ഗാന്ധി ഗുരുതര വിമർശനം ഉന്നയിക്കുന്നത്. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ചും വ്യാജവിലാസവും പേരും ചേർത്തും വലിയ തട്ടിപ്പിനാണ് കളമൊരുക്കിയത് എന്ന് തെളിവുകൾ പുറത്തുവിട്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. Is she from Haryana? You sure? You're absolutely sure she's not from Haryana? Okay, but she votes 22 times in Haryana. And she votes in 10 different booths in Haryana. And she's got multiple names. Seema, Sweetie, Saraswati, Rashmi, Vimla. Now what's interesting about this and why I'm opening with this slide, what is the big picture of Haryana? Big picture is 2 crore total voters, vote chori of 25 lakhs, possibly more, but confirmed bias of 25 lakhs. That means 1 in 8 voters in Haryana are fake. Right? That's 12.5%. And despite all this, the Congress party loses by 22,000 votes. Right? അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. He's saying it. He knows it. And we've proved it. Do you have any doubts? തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ട് എന്ന BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ പരാമർശവും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ നൽകും. ബൽറാം, രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പരമ്പരയിലെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ അടങ്ങുന്ന ഒരു നിർണായക വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ നടന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് വാർത്താ സമ്മേളനം, അതിൻ്റെ ഹിന്ദി അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ ആ പരമ്പരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനമാണ്. ഹരിയാനയായിരുന്നു ഇതിൻ്റെ ഫോക്കസ്. ബീഹാർ പരാമർശ വിഷയമായിട്ടുണ്ട്. ഹരിയാനയിൽ എങ്ങനെ കോൺഗ്രസ് തോറ്റു എന്നതിൽ രാഹുൽ ഗാന്ധിയുടെ വിശദീകരണമാണ്. അദ്ദേഹം ഈ തെളിവുകൾ അടക്കം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു വലിയ പ്രതിക്കൂട്ടിൽ നിർത്തി BJPക്കൊക്കെ എതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. എന്തായിരുന്നു ഫോക്കസ്? 25 ലക്ഷം കള്ളവോട്ടുകൾ അല്ലെങ്കിൽ കൃത്രിമ വോട്ടുകൾ എന്നത് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ സ്ഥാപിച്ചത്? തെളിവുകളുടെയൊക്കെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ബീഹാറിലെ 1ാം ഘട്ട തിരഞ്ഞെടുപ്പിന് തലേന്നാണ് രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും BJPയുടെയും ഒത്തുകളി തെളിയിക്കുന്ന തെളിവുകളാണ് തനിക്ക് പുറത്തുവിടാനുള്ളത് എന്നാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. ഫയൽസ് ആണ് പുറത്തുവിടാനുള്ളത് എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. ആ ഫയൽസ് എന്നുള്ളത് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക രാഹുൽ ഗാന്ധിയുടെ സംഘം സൂക്ഷ്മമായി പരിശോധിച്ച് അതിലുണ്ടായ ക്രമക്കേടുകൾ ഓരോന്നായി എണ്ണി പുറത്തുവിടുകയാണ് ഉണ്ടായത്. പ്രധാനമായും ഈ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കൊള്ളയിലൂടെയാണ് ഒരു സംസ്ഥാനം പൂർണ്ണമായും BJP കവർന്നത് എന്ന ആരോപണമാണ് രാഹുൽ ഉന്നയിച്ചിരിക്കുന്നത്. 2 കോടി വോട്ടർമാരുള്ള ഹരിയാനയിൽ 25 ലക്ഷത്തോളം വോട്ടർമാർ ക്രമക്കേടിലൂടെ ചേർക്കപ്പെട്ടു എന്ന് രാഹുൽ പറയുന്നു. ഹരിയാനയിലെ വോട്ടർ പട്ടികയിലെ 8ൽ 1 വോട്ടർ വ്യാജം എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 5 വിധത്തിലാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയത് എന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഈ വ്യാജ വോട്ടർമാരെ ഉപയോഗിച്ച് വോട്ട് നിരന്തരം വോട്ടുകൾ ചെയ്തു. ഇരട്ട വോട്ടുകൾ ഉണ്ടായി, അസാധു വോട്ടുകൾ ഉണ്ടായി, ബൾക്ക് വോട്ടുകൾ, കൂടാതെ ഫോം 6, ഫോം 7 എന്നിവയുടെ ദുരുപയോഗം, തങ്ങൾക്ക് എതിരെ പോൾ ചെയ്യപ്പെടുമെന്ന വോട്ടുകൾ നീക്കം ചെയ്യുകയും കൂടാതെ കൃത്രിമ വോട്ടുകൾ ചേർക്കുകയും ചെയ്തു എന്നാണ് രാഹുലിൻ്റെ ആരോപണം. ഈ വിധത്തിൽ 5 വിധത്തിൽ ക്രമക്കേട് നടക്കുകയും വലിയ തോതിലുള്ള ക്രമക്കേട് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുകയും ചെയ്തു എന്നും ചില ഫോട്ടോകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോയിൽ 10 ബൂത്തുകളിലായി 22 തവണ വോട്ട് ചെയ്യപ്പെട്ടു എന്നാണ് രാഹുൽ സൂചിപ്പിക്കുന്നത്. മറ്റൊരു
ഒരു ഫോട്ടോ വോട്ടർ പട്ടികയിലെ 2 ബൂത്തുകളിലായി 100 ഇടങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു. 223 ഇടങ്ങളിൽ ആവർത്തിപ്പിക്കുന്ന വ്യക്തതയില്ലാത്ത ഒരു ഫോട്ടോയും ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഉണ്ട്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ക്രമക്കേട് തെരഞ്ഞെടുപ്പിൽ നടന്നു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫോട്ടോ ഇരട്ടിപ്പോ വിവരങ്ങൾ ഇരട്ടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നീക്കം ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നിരിക്കെ ഇത് ഉണ്ടായില്ല ഹരിയാനയിൽ. അത് BJPയെ സഹായിക്കാനായിരുന്നു എന്നും അധികമായി ചേർത്ത ഈ വോട്ടുകൾ, കൃത്രിമ വോട്ടുകൾ, വ്യക്തതയില്ലാത്ത വോട്ടുകൾ, ഒരേ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള വോട്ടുകൾ ഉൾപ്പെടെയുള്ളവ അത് BJPക്ക് വേണ്ടി ചേർക്കപ്പെട്ട വോട്ടുകളാണ് എന്നും അതേസമയം കോൺഗ്രസിന്റെ വോട്ടുകൾ വ്യാപകമായി തന്നെ ഒഴിവാക്കപ്പെട്ടു എന്നും അദ്ദേഹം ആരോപിക്കുന്നു. സമാനമായി തന്നെയാണ് വോട്ട് ഇരട്ടിപ്പ്. ഉത്തർപ്രദേശിലെ BJP നേതാക്കളുടെ, പ്രാദേശിക നേതാക്കളുടെ കുടുംബം അവർ ഹരിയാന തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തു എന്നതിൻ്റെ രേഖകളും വോട്ടർ പട്ടികയുടെ വിവരങ്ങൾ, ഫോട്ടോ സഹിതമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ഇതിൽ വ്യാപകമായി തന്നെ ഇത്തരം ക്രമക്കേടുകൾ നടന്നു എന്ന് രാഹുൽ ആരോപിക്കുന്നു. ഏതാണ്ട് 1,24,177 വോട്ടർമാർ വ്യാജ ഫോട്ടോകളാണ് ഉപയോഗിച്ചത് എന്നാണ് രാഹുൽ പുറത്തുവിടുന്ന കണക്ക്. ഇരട്ടിപ്പ് നീക്കം ചെയ്യാനുള്ള സൗകര്യമുണ്ടായെങ്കിലും അത് ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. ഇതിലൂടെ BJPക്ക് വലിയ തോതിലുള്ള അവസരമാണ് ഒരുക്കിയത്. 22,000 വോട്ടുകൾക്ക് മാത്രമാണ് കോൺഗ്രസിന് ഹരിയാനയിൽ ഭരണം നഷ്ടമായത്. എന്നാൽ 25 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇത്തരത്തിൽ വ്യാജമായി ഹരിയാന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യപ്പെട്ടത് എന്നുമാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. സമാനമായി ഏറ്റവും ഒടുവിലായി ബീഹാറിലും സമാനമായ നീക്കങ്ങൾ ഉണ്ടായതായും രാഹുൽ ആരോപിക്കുന്നുണ്ട്. ബീഹാറിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പുറത്തിറക്കിയ പുതിയ പട്ടികയിലാണ് ബീഹാറിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അവിടെ നിന്നും ഉള്ള ഒരു കുടുംബത്തെയും രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു. ജമോയിൽ നിന്നുള്ള വോട്ടറെയും കുടുംബത്തെയുമാണ് അദ്ദേഹം എത്തിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ദിലീപ് യാദവിന്റെ കുടുംബത്തെയും ആണ് വോട്ടർമാർക്ക് മുന്നിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. ഇവരുടെ കുടുംബത്തിന്റെ മുഴുവൻ വോട്ടുകളും വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു എന്ന് ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞു. സമാനമായി തന്നെ മറ്റ് 2 വോട്ടർമാരെ കൂടി രാഹുൽ ഗാന്ധി എത്തിച്ചിരുന്നു. ഒരു ഗ്രാമത്തിൽ മാത്രം ഏതാണ്ട് 170-ലേറെ വോട്ടുകൾ നീക്കം ചെയ്യുകയും 300-ലേറെ വോട്ടുകൾ അവിടെ ചേർക്കപ്പെടുകയും ചെയ്തു എന്നാണ്. ഈ നീക്കം ചെയ്യപ്പെട്ട വോട്ടുകൾ ഭൂരിഭാഗവും കോൺഗ്രസ് അനുഭാവികളുടേതാണ് എന്നും ബീഹാറിലെ വോട്ടർ പട്ടികയുമായി താൻ പിന്നീട് വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണും എന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. പ്രധാനമായും ബീഹാർ തിരഞ്ഞെടുപ്പിൽ അതിന് മുമ്പായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിലുള്ള ഒത്തുകളിയുണ്ട് എന്ന ആരോപണം ആവർത്തിക്കുന്നതോടൊപ്പം അതിൻ്റെ തെളിവുകൾ കൂടി രാഹുൽ പുറത്തുവിടുകയാണ്. 100% വ്യക്തതയുള്ള 100% കൃത്യമായ ഡാറ്റകൾ മുന്നോട്ട് വെച്ചാണ് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് എന്നും ഈ ഒരു ഒത്തുകളി ഇതിൽ എന്ത് ചെയ്യും ഇതിൽ എന്ന ചോദ്യം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ചെയ്യാനുള്ളത് വളരെ കൗതുകമുള്ള മറുപടിയാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇനി എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നതെന്ന് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചല്ലോ. ആ ചോദ്യത്തിന് ഒരു തരത്തിൽ രാഹുൽ ഗാന്ധി മറുപടി പറയുന്നുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഒക്കെ ചെറുപ്പക്കാർ എന്ത് ചെയ്യണം, ഏത് തരത്തിൽ പ്രതികരിക്കണം എന്നതിൻ്റെ ചില സൂചനകൾ എന്ന് പറയാവുന്ന തരത്തിൽ മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായതല്ലേ? തീർച്ചയായും വിജയകുമാർ, അദ്ദേഹം ആ ചോദ്യം തന്നെ അദ്ദേഹം ആവർത്തിച്ച് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ തവണ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അതിന് തനിക്കുള്ള മറുപടി എന്നുള്ളത് എന്താണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്നത്, എങ്ങനെയാണ് ഈ ഒത്തുകളി നടക്കുന്നത് എന്നത് വ്യക്തതയോടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് താൻ ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ പ്രവർത്തിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് ജനങ്ങളാണ്, യുവതലമുറയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ നിലവിലുള്ള ഹരിയാനയിലെ സർക്കാരിന് ജനങ്ങൾക്ക് മുന്നിൽ നിയമപരമായി അവർക്ക് ഭരണത്തിൽ തുടരാൻ അവകാശമില്ല എന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഈ വിഷയത്തിൽ ഏറെ നിർണായകമാകും. BJPയുടെ രാഷ്ട്രീയ പ്രതികരണവും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ വരേണ്ടതുണ്ട്. അതേസമയം ഹരിയാന നിയമസഭയിൽ ആദ്യഘട്ടത്തിലേക്ക് ജനങ്ങൾ നാളെ വോട്ട് ചെയ്യാനിരിക്കുകയാണ്. ബീഹാറിൽ വോട്ട് ചെയ്യാനിരിക്കുകയാണ്. ബീഹാറിലും ഇത്തരത്തിൽ ക്രമക്കേട് വോട്ടർ പട്ടികയിലുണ്ട് എന്ന് രാഹുൽ ആരോപിക്കുകയും ബീഹാറിലെ വോട്ടർമാരിൽ അല്ലെങ്കിൽ ബീഹാർ
പ്രതികളായ എന്തായാലും ആളുകളെ അതിൽ വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി വരേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ട ഒരുപിടി ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായ ഗൗരവമുള്ള ആരോപണങ്ങളാണ്. അതിൽ ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയാനുണ്ടോ എന്നറിയണം. BJPയുടെ രാഷ്ട്രീയ പ്രതികരണം വരാനിരിക്കുന്നുണ്ട്. ബീഹാർ നാളെ ആദ്യഘട്ടം ബൂത്തിലേക്ക് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന ആരോപണത്തിൽ കുറെ കൂടി തെളിവുകളടക്കം പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അത് ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതം ബീഹാറിൽ ഉണ്ടാക്കാൻ പോകും, അതുപോലെ രാഷ്ട്രീയ വൃത്തങ്ങളുടെ പ്രതികരണം എന്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്താണ് പറയാനുള്ളത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് അടുത്ത മണിക്കൂറുകളിൽ അറിയാനുള്ളത്. ആ പ്രതികരണങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ വരാനിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.